ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിസ്വലിയാറ. ഇന്ന് മലപ്പുറം ടൗൺ ഹാളിൽ മലപ്പുറം ജില്ലാ ട്രോമാ കെയറും മലപ്പുറം ജില്ലാ ഭരണകൂടവും ദുരന്ത നിവാരണ അതോറിറ്റിയും അതുപോലെ തന്നെ ആരോഗ്യവകുപ്പും സംയുക്തമായിട്ട് മഴക്കാലക്കെടുതികളെ പ്രതിരോധിക്കുന്നതിനായിട്ട് പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. പരിപാടി മലപ്പുറം ജില്ലാ കളക്ടർ ഉദ്ഘാടനം നിർവഹിച്ചു. അതുപോലെ തന്നെ DMO ഒക്കെ പങ്കെടുത്തിരുന്നു. മഴക്കാല ദുരന്തങ്ങളെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ട് 3 പരിശീലന ക്ലാസ്സുകളാണ് നടന്നത്. അതിലൊന്ന് ദുരന്ത ലഘൂകരണമായിരുന്നു വിഷയം. ദുരന്ത നിവാരണ ലഘൂകരണം കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയിലെ GS പ്രദീപാണ് ക്ലാസ് എടുത്തത്. അതുപോലെ തന്നെ രണ്ടാമത്തെ സെക്ഷനായിട്ട് ദുരന്ത മേഖലയിലെ ആരോഗ്യ രക്ഷ എന്നതായിരുന്നു വിഷയം. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഡോക്ടർ ഷുബിനും അതുപോലെ തന്നെ ഡോക്ടർ അബ്ദുൽ നിസാറുമാണ് ഇതുമായി ബന്ധപ്പെട്ട് ക്ലാസ് എടുത്തത്. അതിനുശേഷം മൂന്നാമതായ സെക്ഷന് ദുരന്ത നിവാരണവും ഭിന്നശേഷിയും എന്ന വിഷയമായിരുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സാമൂഹ്യനീതി വകുപ്പിലെ ജില്ലാ ഓഫീസർ ഷീബ മുംതാസ് ആണ് ക്ലാസ് എടുത്തത്. രാവിലെ 9 മണിക്ക് തുടങ്ങിയ വിവിധ സെക്ഷനുകൾ വൈകുന്നേരം 5 മണിയോടെയാണ് അവസാനിപ്പിച്ചത്. മലപ്പുറം ജില്ലാ ട്രോമാ കെയറിൻ്റെ മലപ്പുറം ജില്ലയിലെ വിവിധ യൂണിറ്റുകളിൽ നിന്നുള്ള നിരവധി പേരാണ് പരിപാടിയിൽ പങ്കെടുത്തത്. സ്പോർട്സ് മീറ്റിൽ പോലും ഞാൻ പലപ്പോഴും ഓരോ പ്രാവശ്യവും ഞാൻ റിക്വസ്റ്റ് അയക്കാറുണ്ട്. അതനുസരിച്ച് നിങ്ങളെല്ലാവരും വരാറുണ്ട്. കാരണം വെറും ഒരു സ്റ്റാഫിനെ വിടുന്നതിനേക്കാൾ കൂടുതൽ എനിക്ക് വിശ്വാസം നിങ്ങളെയാണ്. കാരണം നിങ്ങൾക്ക് നല്ല ട്രെയിനിങ് കിട്ടിയിട്ടുണ്ട്. CPR ട്രെയിനിങ് ആണെങ്കിലും മറ്റേ ഫസ്റ്റ് എയ്ഡ് ആണെങ്കിലും അങ്ങനെ എല്ലാ ഇതിലും നിങ്ങൾ വളരെയധികം മുൻപന്തിയിൽ നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ DD എഡ്യൂക്കേഷനോട് പറയും, ഞാൻ വെറും ഒരു സ്റ്റാഫിനെ വിടുന്നതിനേക്കാളും നല്ലത് നമ്മുടെ ട്രോമാ കെയർ വോളണ്ടിയേഴ്സിനെ വിടുകയാണ്. അവരാകുമ്പോൾ കുറച്ചും കൂടെ നമുക്ക് വിശ്വാസത്തിലെടുക്കാം എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായും നമ്മുടെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം നമ്മളൊരു കൂട്ടായ്മയാണ്. ആ ഒരു കൂട്ടായ്മ ഇനിയും മുന്നോട്ട് പോകണം. ഒരുപാട് മേഖലയിൽ നമുക്ക് മഴക്കാലം വരെയാണ്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നമ്മുടെ ജില്ലയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പലവിധം പകർച്ചവ്യാധികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ ഉള്ളത്. നമ്മൾ ഒരുപാട് മീൻസ് ഇപ്പൊ പോത്തുകല്ലിൽ ഒരു ഇത് ഔട്ട് ബ്രേക്കിന്റെ കഴിഞ്ഞു ഒന്ന് കുറഞ്ഞു നിൽക്കുമ്പോൾ വീണ്ടും അടുത്ത മഞ്ഞപ്പിത്ത ഔട്ട് ബ്രേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ പല സ്ഥലങ്ങളിൽ നമ്മൾ എത്രമാത്രം ബോധവൽക്കരണങ്ങൾ കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാലും ചിലപ്പോഴൊന്നും ചിലതൊന്നും ആദ്യം ശ്രദ്ധയിലേക്ക് അല്ലെങ്കിൽ അത് വേണ്ടത്ര രീതിയിൽ ഉൾക്കൊള്ളാത്തതായിട്ട് കാണുന്നുണ്ട്. അപ്പൊ നമുക്കൊക്കെ ഇതിൽ ഇടപെടാനായിട്ട് കഴിയും. ആ ഒരു മേഖലയും കൂടെ പ്രത്യേകിച്ച് നമുക്ക് ഇനി മൺസൂണിന്റെ സമയത്ത് നമുക്ക് ജലജന്യ രോഗവും കൊതുക് മൂലം പരത്തുന്ന ഡെങ്കിയും മറ്റു അസുഖവും എലിപ്പനിയും ഒക്കെ വരാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ്. അപ്പോൾ ആ ഒരു ഇത് നിങ്ങൾക്കറിയാവുന്ന അവയർനെസ് അവർക്ക് പറഞ്ഞു കൊടുക്കുക. അല്ലെങ്കിൽ ഒരാൾക്ക് പനിയുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ മിക്കവരും ആരോഗ്യ ജാഗ്രതാ സമിതിയിലൊക്കെ ഉള്ളവരും കൂടിയാണ്. അപ്പൊ